അസ്സലാമു അലൈക്കും. ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ ഇഫ്താർ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. റംസാൻ ആയിക്കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് എളിമയായിട്ടുള്ള ഹലാലായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ തന്നെയാണ് അല്ലേ. അത് ഫുഡിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, സെൽഫ് കെയറും നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ തന്നെ നമുക്ക് സ്കിൻ കെയർ ആണ് അല്ലേ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ്. എന്നാൽ ഈ ഒരു ടൈമിൽ നമുക്കിത് സേഫ് ആണോ ഹലാലാണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഭയങ്കരമായിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ എന്തായാലും അതിനൊക്കെ പറ്റിയൊരു ബെസ്റ്റ് സൊല്യൂഷനാണ് നമ്മുടെ റാനിയുടെ 100% ഹലാലും 24 ക്യാരറ്റ് ഗോൾഡും ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ള എല്ലാ പ്രോഡക്റ്റും കേട്ടോ. അപ്പോൾ അവരുടെ നൈറ്റ് ക്രീമാണിത്. ഞാൻ എന്തായാലും അവരുടെ ചില പ്രോഡക്റ്റുകളൊക്കെ ഇവിടെ കാണിക്കാം കേട്ടോ. പൊതുവേ ഈ ഫാസ്റ്റിംഗ് ടൈമിൽ നമ്മുടെ സ്കിന്നൊക്കെ ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും അല്ലേ, ഡള്ളായിട്ടുണ്ടാവും. എന്നാൽ അവരുടെ ഈ ഒരു നൈറ്റ് ക്രീമിൽ മോയ്സ്ചറൈസറും കൂടാതെ സ്കിൻ റിപ്പയർ ഫോർമുലയും അടങ്ങിയത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ കണ്ടീഷൻ ഇമ്പ്രൂവ് ചെയ്തിട്ട് നല്ലൊരു ഗ്ലോ തരാൻ ഭയങ്കരമായിട്ട് തന്നെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. നെക്സ്റ്റ് അവരുടെ ടോണറാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ള റോസ് എക്സ്ട്രാക്ട് അടങ്ങിയിട്ടുള്ള നമ്മുടെ ഈ ടോണർ ഉണ്ടല്ലോ, സ്കിന്നിൻ്റെ ജലാംശം നിലനിർത്തുകയും നാച്ചുറൽ ആയിട്ടുള്ള ഒരു സുഗന്ധം കൂടെ നമുക്ക് ഇതിന്ന് കിട്ടും കേട്ടോ. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട സംഭവമാണ് കേട്ടോ റാനിയുടെ ടോണർ. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് 2 ഇഫ്താർ സ്പെഷ്യലാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഒന്ന് നമ്മുടെ റഷ്യൻ കട്ട്ലറ്റാണ്, പിന്നെ ഒന്ന് നമ്മുടെ മുഹബത്ത് കാ സർബത്താണ് കേട്ടോ. അപ്പോൾ റഷ്യൻ കട്ട്ലറ്റിൻ്റെ റെസിപ്പി ഞാൻ ഇവിടെ കാണിക്കാം. വലിയുള്ളി, ക്യാരറ്റ്, അതുപോലെ ബീൻസ് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കണം. ഇച്ചിരി ക്യാപ്സിക്കം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളിതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചിക്കനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചിക്കനൊന്ന് വേവിച്ചിട്ട് മിക്സിയിൽ ജാറിലൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. പിന്നെ നമ്മളിത് ഉണ്ടാക്കുന്നത് ബട്ടറിലും കൂടെയാണ് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് ഇച്ചിരി ഗരം മസാല, അതുപോലെ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണേ. പിന്നെ ഇതാ ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വഴിച്ചിട്ടെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു വൈറ്റ് സോസും കൂടെ ഇതിലോട്ട് ഉണ്ടാക്കിയിട്ടെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് ഈ പാത്രത്തിൽ നിന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ ഇതാ 2 സ്പൂണ് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്, 2 സ്പൂണ് നമ്മുടെ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് വഴറ്റിയെടുത്ത ശേഷം ഞാൻ ഇതിലോട്ട് പാല് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്കിതിലോട്ട് കുറച്ച് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സോസിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം ഞാൻ ഇതിലോട്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ച നമ്മുടെ ഫില്ലിങ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് കംപ്ലീറ്റ് നമ്മൾ നന്നായിട്ടങ്ങ് മിക്സാക്കി എടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തും കൂടെ എടുക്കും. എന്നാലേ നമുക്കിത് കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ ആക്കിയാൽ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മളൊന്ന് തണുത്ത ശേഷം നമ്മളിത് സെറ്റ് ചെയ്തെടുക്കാമെന്ന് പറയുന്നത്. അപ്പോൾ ഇതാ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടുണ്ട്. അതിന് ശേഷം ഇതാ 2 എഗ്ഗ് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, സേമിയ അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതാ ഓരോന്നായിട്ട് ഉരുട്ടിയെടുത്ത് കട്ട്ലറ്റിൻ്റെ ആ ഷേപ്പിലൊന്ന് തട്ടിയെടുക്കുക. പിന്നെ നമ്മൾ എഗ്ഗിലൊന്ന് ഡിപ്പ് ചെയ്തെടുത്ത ശേഷം പിന്നെ ഈ ഒരു സേമിയയിൽ കോട്ട് ചെയ്തെടുക്കുക. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ഈ കട്ട്ലറ്റിന് ബ്രെഡ് ക്രംസ് തന്നെയാണ് ഒന്നുകൂടി ടേസ്റ്റ്. പിന്നെ ഞാൻ ഇങ്ങനെയാണ് കണ്ടത്, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയത്. കാരണം ഇനിയിപ്പോൾ ആരെങ്കിലും കറക്റ്റ് റെസിപ്പി ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര കനം കുറഞ്ഞിട്ടുള്ള സേമിയ എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതെല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ 3 എണ്ണം മാത്രമേ ഇതിൽ ഉണ്ടാക്കിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല ചൂടായ എണ്ണയിലോട്ട് ഇട്ടിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്ത് എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം റഷ്യൻ കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ ഓരോന്നായിട്ടും തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ റഷ്യൻ കട്ട്ലറ്റ് റെഡിയായി വന്നിട്ടുണ്ട്. സോസ് കൂട്ടി കഴിക്കാനാണ് ഒന്നുകൂടെ ടേസ്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ എവർഗ്രീൻ സ്പെഷ്യലായിട്ടുള്ള മുഹബത്ത് കാ സർബത്താണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയും കൂടി ഞാനൊന്ന് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ്. അതിന് തന്നെ നമ്മുടെ കസ്കസ് ഒന്ന് കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിതാ ഇവിടെ തണ്ണിമത്തൻ എടുത്തിട്ട് കുഞ്ഞ് പീസാക്കി കട്ട് ചെയ്തെടുക്കണം. നമ്മൾ തണ്ണിമത്തൻ എടുക്കുമ്പോഴുണ്ടല്ലോ അതിൻ്റെ കുരു ഒന്നും കളയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കുരുവൊക്കെ കഴിക്കുന്നത് നല്ലത് തന്നെയാണ്. അപ്പോൾ ഞാൻ കുരു ഒന്നും കളഞ്ഞിട്ടില്ല. ഇതാ ഓരോ പീസാക്കി മുറിച്ചിട്ട് പിന്നെ അതിനെ കുഞ്ഞു പീസാക്കും. ഞാൻ മാക്സിമം ചെറിയ പീസാക്കിയിട്ടാണ് കേട്ടോ ഇതിലോട്ട് ഇടാറ്. എനിക്ക് പൊതുവേ അതാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ ഇതാ നമ്മൾ തൊലിയൊക്കെ കളഞ്ഞു. ഇനിയിപ്പോൾ ഇതാ ഇതുപോലെ കുഞ്ഞു പീസാക്കിയാണ്ട് ഇടുക.
ഇനി എല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുഹബത്ത് കാ സർബത്തും റെഡി കേട്ടോ. അപ്പോൾ ഞാനിതാ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലോട്ട് നല്ല തണുത്ത പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കസ്കസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരത്തിന് ഞാനിവിടെ കണ്ടൻസ്ഡ് മിൽക്ക് ഒരു 2 സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എക്സ്ട്രാ ഇതും കൂടെ ഒഴിച്ചു കൊടുക്കുമല്ലോ നമ്മുടെ റുഹബ്സ, അതുകൊണ്ട് നമുക്ക് പഞ്ചസാരയൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഐസ്ക്രീം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ ഒന്നുകൂടി ടേസ്റ്റാണ്. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് റുഹബ്സിയും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടെ തണുപ്പിച്ചിട്ടാണ് കേട്ടോ ഇത് കഴിക്കുന്നത്. അപ്പോൾ നമ്മുടെ മുഹബത്ത് കാ സർബത്തും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റാനിയുടെ കാര്യം പറഞ്ഞു നിർത്തിയതാണല്ലോ. അപ്പോൾ ലാസ്റ്റായിട്ട് ഞാൻ അവരുടെ CC ക്രീമും കൂടിയാണ് കേട്ടോ ഇവിടെ കാണിക്കാൻ. എനിക്ക് പൊതുവേ അവരുടെ പ്രോഡക്റ്റുകളിൽ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് CC ക്രീം തന്നെയാണ്. 2-in-1 പ്രോഡക്റ്റാണ് കേട്ടോ ഇത്. ഫൗണ്ടേഷനും SPF അടങ്ങിയിട്ടുള്ള ടിൻറ്റഡ് മോയ്സ്ചറൈസർ നമ്മുടെ സ്കിന്നിന് തിളക്കം 8 മണിക്കൂർ വരെ നിലനിർത്തും കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല ഒരു ഗ്ലോ ഒക്കെ കിട്ടും. പാർട്ടിക്ക് പോകുമ്പം നമുക്ക് എന്തായാലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പ്രോഡക്റ്റ് തന്നെയാണ്. പിന്നെ അവരുടെ എല്ലാ പ്രോഡക്റ്റും ആമസോണിൽ അവൈലബിൾ ആണ്. 60% ഓഫറും ഉണ്ട്. കൂടാതെ നിങ്ങൾ റാനിയ RS150 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ 150 രൂപ നിങ്ങൾക്ക് എന്തായാലും ലാഭം കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയുള്ള അവരുടെ പ്രോഡക്റ്റുകൾ നിങ്ങൾ ചെക്കൗട്ട് ചെയ്തിട്ട് മേടിക്കുക. ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോൻ്റെ സൈഡിൽ വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് നോമ്പ് തുറക്കാൻ സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം കൊണ്ടുവന്ന് വയ്ക്കുകയാണ്. നമ്മുടെ സമൂസ, കട്ട്ലറ്റ് പിന്നെ ഞാൻ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എക്സ്ട്രാ നമ്മൾ സമൂസ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സ്വന്തം മുഹബത്ത് കാ സർബത്തും ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം കൊണ്ടുവച്ചിട്ട് ഞാനും ഉമ്മയും കൂടി ഇരുന്നിട്ടാണ് കേട്ടോ ആദ്യം നോമ്പ് തുറക്കാറ്. അവർ പിന്നെ പള്ളിയിൽ പോയി നോമ്പ് തുറന്ന് വന്ന ശേഷം ഇവിടുന്ന് കഴിക്കുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ തരിക്കഞ്ഞിയൊക്കെ ഞാൻ കൊണ്ടുവന്ന് നോമ്പ് കഞ്ഞിയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് ഞാൻ മലപ്പുറം സൈഡിലോട്ട് പോയോ എന്നൊരു ഡൗട്ട്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഉണ്ടാക്കാറില്ല, ഇനിയിപ്പോൾ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നോക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാ ഞാൻ മുഹബത്ത് കാ സർബത്തും ഒക്കെ ഒന്ന് സെർവ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതാ ഇവിടെ കഴിയാനായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇതാ ഞാൻ തണ്ണിമത്തൻ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താണ് എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഉമ്മാക്കും നോമ്പ് തുറക്കാനിരിക്കുക കേട്ടോ. പിന്നെ നിങ്ങളുടെ നോമ്പ് തുറ വിശേഷങ്ങളും വിഭവങ്ങളൊക്കെ എന്താണ് എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ പേഴ്സണലായിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള റെസിപ്പികളൊക്കെ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞുതരാം, നമുക്ക് ഉണ്ടാക്കി നോക്കാമല്ലോ. അങ്ങനെ ബാങ്ക് കൊടുക്കാൻ സമയമായപ്പോഴത്തേക്കും റെഡിയായി വന്ന് ഞങ്ങൾ നോമ്പൊക്കെ തുറന്നു. പിന്നെ ഇതാ കഴിഞ്ഞു, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നമ്മുടെ ഈ 2 റെസിപ്പി ഉണ്ടാക്കി നോക്കാൻ മറക്കരുത് കേട്ടോ. റഷ്യൻ കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. പിന്നെ ഈ റംസാനിന് ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നല്ലൊരു ഗിഫ്റ്റിംഗ് ഓപ്ഷനും കൂടിയാണ് നമ്മുടെ റാനിയുടെ സ്കിൻ കെയർ പ്രോഡക്റ്റുകൾ എല്ലാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ മുഹബത്ത് കാ സർബത്തും എല്ലാം നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ എത്രയുള്ളൂ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് ഇനി വരാം. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. നമ്മുടെ യൂട്യൂബും FBയും ഇൻസ്റ്റയൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. അപ്പോൾ എല്ലാവർക്കും ബൈ.